ചട്ടിയിലാണ് ഞാൻ ഈ വറവ് കൂട്ടാനകത്തേക്ക് ഒഴിച്ചെടുക്കാം. കഷ്ണമെല്ലാം നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഞാൻ ചായയെല്ലാം കുടിച്ച ശേഷം പറമ്പിലേക്ക് ഒന്ന് നടന്നു, വെറുതെ ഒന്ന് നടന്നു നോക്കി. അപ്പോൾ ഒരു സാധനം പറമ്പിൽ കണ്ടു. അപ്പോൾ ഉച്ചക്കേക്കുള്ള കറിക്കുള്ള സാധനം കൂടിയായി, നാടൻ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ് ആ സാധനം, ചേമ്പിൻ്റെ തണ്ട്. സാധാരണ വെള്ള കളറൊന്നല്ല, ചെറിയൊരു വയലറ്റ് പോലത്തെ കളറല്ല. കണ്ടപ്പോൾ ഇത് ചൊറിയൊന്നും ചെയ്യില്ല. മോരൊഴിച്ചിട്ടില്ല കൂട്ടാനാണ് ഇതിനോട് ഉണ്ടാക്കാൻ പോകും. ചേമ്പിൻ്റെ തണ്ടെല്ലാം കൊണ്ട് നമ്മൾ അടുക്കളയിലെത്തി. അപ്പോൾ നമുക്കിത് തോലെല്ലാം കാണിച്ച് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. തോല് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വരും. ഈ കറി പിന്നെ മോരൊഴിച്ച കറിയോ അല്ലെങ്കിൽ പുളി ഒഴിച്ച കറിയോ വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലവർക്ക് ചൊറിയും, എല്ലാവർക്കും ചൊറിയണമെന്നില്ല. പക്ഷേ പുളിയോ മോരോ വേണം. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുളി ഒഴിച്ചിട്ടും വെക്കാം, ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല. പുളി ഒഴിക്കാണ്ട് ആരും വെക്കുന്ന കാണില്ല ഞാൻ. തോല് കളഞ്ഞ് ഇതുപോലെ നമ്മൾ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം ഇതുപോലെ ഓരോരോ പീസാക്കി എടുത്താൽ മതി. വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് വെള്ളം നമുക്ക് ഒഴിക്കും വേണ്ട വെക്കുമ്പോൾ. അങ്ങനെ വൃത്തിയിൽ കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം. ചട്ടിയിലാണ് ഞാൻ ഈ കൂട്ടാൻ വെക്കുന്നത്. ചട്ടിയിൽ മോര് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകും. ഈ ചേമ്പിൻ്റെ തണ്ട് മഴക്കാലത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ കൂട്ടാൻ വെക്കാൻ നല്ലതാണ്. ഗ്യാസ് കത്തിച്ച് ചട്ടി എടുപ്പത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം വേണ്ട. തള വരുമ്പം ഇതിനകത്ത് കുറച്ചിങ്ങനെ വെള്ളം വരും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കണ്ട. ചേമ്പിൻ്റെ തണ്ട് വേവുന്ന സമയം നമുക്ക് ലേശം ആ സമയം കൊണ്ട് വേഗം തേങ്ങ ചിരകി അരച്ച് വെക്കുക. അരച്ചെടുക്കുക. തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും പച്ചമുളകും കൂടി, ലേശം മഞ്ഞൾപ്പൊടി, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ്, അതുകൊണ്ട് 5 എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, കുറച്ചും മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നു. നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, അതുകൊണ്ട് ഇപ്പം കുറച്ചേ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് പകുതി ഓളം വേവായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. വറവ് കൂട്ടാനകത്തേക്ക് ഒഴിച്ചെടുക്കാം. കഷ്ണമെല്ലാം നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം. നമ്മൾ കൂട്ടാൻ ഏകദേശം റെഡി ആവാൻ. ഇപ്പം തേങ്ങ അരച്ചതെല്ലാം ഒഴിച്ച് നല്ല തിള വന്നു. ഇപ്പം മോരൊഴിച്ചെടുക്കാം. ഒരു ഗ്ലാസ് മോരൊഴിച്ചെടുത്തിട്ടുണ്ട്. മോരൊഴിച്ചതിന് ശേഷം അങ്ങനെ അധികം തിളക്കൊന്നും വേണം. അങ്ങനെ തിള വരാനാണ് ഗ്യാസ് ഓഫാക്കി നമുക്ക് കടുക് വറുക്കാം. നോക്കുമ്പോൾ കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു നുള്ളു കൂടി ഉപ്പിടുന്നുണ്ട്. ചൂടായി കുറച്ച് വെളിച്ചുണ്ട്. കുറച്ച് കടുവിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി പകുതിയായി. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം.
കുറച്ച് ചുവന്ന മുളകും കൂടി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല. നമ്മൾ പറമ്പെന്ന് കിട്ടുന്ന സാധനം, വിഷാംശമൊന്നും ഇല്ലാത്ത സാധനം, കുറച്ച് മോരും തേങ്ങയും ജീരകവും ഉണ്ടായി നമ്മൾ കറി ആവശ്യമുള്ള സാധനമായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.